വടകര നഗരം ഇനി ക്യാമറ കണ്ണിൽ. നഗരത്തിലെ വിവിധ കേന്ദ്രങ്ങളിലായി 20ഓളം ക്യാമറകളാണ് സ്ഥാപിച്ചിട്ടുള്ളത്. വടകര നഗരസഭ വാർഷിക പദ്ധതിയുടെ ഭാഗമായി വിവിധ കേന്ദ്രങ്ങളിൽ സ്ഥാപിച്ച ക്യാമറകളുടെ സ്വിച്ച് ഓൺ കർമ്മം ജോയിന്റ് ഡയറക്ടർ പി.ടി. പ്രസാദ് നിർവഹിച്ചു. ലക്ഷത്തോളം ചെലവായെന്ന് പറഞ്ഞത്. 45 ക്യാമറ വെച്ചാൽ മാത്രം പോരാ. ഞാൻ നേരത്തെ പറഞ്ഞത് പഞ്ചായത്ത് മെമ്പറെ പിടിച്ച പോലെ ആരെയും പിടിക്കാൻ കഴിയണം. പിടിച്ചാൽ യാതൊരു ദാക്ഷിണ്യം അതിന് കൊടുക്കരുത്. കാരണം എന്തേ, അവൻ എത്ര ഉന്നതനായിക്കോട്ടെ, ഉന്നതനായാലും അവന് ഫൈൻ കൊടുക്കേണ്ടതാണ്, ഫൈൻ കൊടുക്കണം. കാരണം അവന്റെ ഔന്നത്യം എന്ന് പറയുന്നത് ഈ പറഞ്ഞിരിക്കുന്ന അക്കാദമിക് എഡ്യൂക്കേഷൻ അല്ല വരേണ്ടത്. ഇവിടെയുള്ള ഈ തരത്തിലുള്ള സാംസ്കാരികമായിട്ടുള്ള മാറ്റങ്ങളോട് ഒത്തുചേർന്ന് പോകാനുള്ള ഒരു ഔന്നത്യം ഉണ്ടാക്കിയെടുക്കണം നമ്മൾ വിചാരിക്കണം. അതിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് കഴിയണം. അപ്പോൾ ഈ പറഞ്ഞ ഇനിയും പ്രൊജക്റ്റ് വെക്കുന്നുണ്ട്. എല്ലാ മേഖലയും CCTVയുടെ സർവൈലൻസ് കൊണ്ടുവരാൻ പോവുകയാണ്. കാരണം ഇപ്പൊ പോകുന്നത് എവിടെയാണെന്നറിയോ? വേസ്റ്റ് CCTV എവിടെ വെച്ചെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ചാണ് പോകുന്നത്. CCTVയുടെ കണ്ണെത്താത്ത സ്ഥലത്ത് 2 ബിൽഡിങ്ങിന്റെ ഇടയിൽ കൊണ്ടുപോയിട്ട് നിക്ഷേപിക്കുന്ന രീതിയിലേക്ക് വന്നിട്ടുണ്ട്. കണ്ടിട്ടുണ്ടോ? കൗൺസിലേഴ്സ് എല്ലാം കണ്ടിട്ടുണ്ടോ? CCTV വെച്ചാലും അതിനെയും ഓവർകം ചെയ്യാനുള്ള മനസ്സ് നമുക്കുണ്ടെന്നേ. തമാശല്ല, നമുക്കുണ്ട് മനസ്സ്. ക്യാമറ വെച്ചാൽ മാത്രം പോരാ. അവിടെ ഇടയ്ക്ക് ഈ ബോർഡ് വെക്കണം, യു ആർ അണ്ടർ CCTV സർവീസ്. അത് കൊണ്ടുവരുന്നത് കാരണം എന്താണെന്നറിയോ? ചിലപ്പോൾ പതിയുന്നത് നമുക്ക് വേണ്ടപ്പെട്ട ആളായിരിക്കും. വേണ്ടപ്പെട്ട ആളുടെ ആ പതിക്കുന്നത് സംഗതി ഒഴിവാക്കാനേ ഇടയ്ക്കിടയ്ക്ക് ഒരു ബോർഡ് വെച്ചാൽ അത് തന്നെ നമ്മളെ നിയന്ത്രിക്കും. അപ്പൊ അതും കൂടെ CCTVയുടെ ഭാഗമായിട്ട് വെക്കണം. നഗരസഭാ ചെയർപേഴ്സൺ KP ബിന്ദു അധ്യക്ഷയായി. DYSP R ഹരിപ്രസാദ് മുഖ്യ അതിഥിയായി. അപ്പോ ആ ക്യാമറ നമുക്ക് തരുന്നൊരു സുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് എന്ത് സംഭവം ഉണ്ടെങ്കിലും ഇനി ആ ക്യാമറയിൽ നോക്കാലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആൾക്കാരെങ്കിലും അത് നോക്കൂന്ന് കണ്ടു കഴിഞ്ഞാൽ സത്യം എങ്കിലും പറയും. നമ്മളവിടെ കൂട്ടിക്കൊണ്ടുപോയിട്ട് നോക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്നാൽ പരാതിയില്ല സർ എന്ന് പറയുന്ന ആൾക്കാരെയും സ്റ്റേഷനിൽ നേരത്തെ നമ്മൾ കാണാറുണ്ട്. ഇപ്പൊ അത് കുറച്ചുകൂടി കൂടും. അതുകൊണ്ടാണ് സുരക്ഷാ കാര്യങ്ങളിൽ, ലോ ആൻഡ് ഓർഡർ സ്ഥിതിയിൽ നിങ്ങൾക്കറിയാം, ഇപ്പോഴത്തെ ട്രാഫിക് റെഗുലേഷൻസ്, നിങ്ങൾ ക്യാമറകളൊക്കെ വെച്ചത് കുറെ വേസ്റ്റ് കണ്ടുപിടിക്കുന്ന സ്ഥലമാണെങ്കിൽ കുറെ കൂടി റോഡിന്റെ മുകളിലേക്കൊക്കെ കുറെ കാര്യങ്ങൾ വന്നു കഴിയുമ്പോൾ എല്ലാത്തിലും കുറെ കൂടി ഡിസിപ്ലിൻ കാണും. സ്ത്രീകൾക്കും കുട്ടികൾക്കും ഏറ്റവും അധികം അവർക്ക് ബാക്കിയുള്ള പൊതുജനങ്ങൾക്കും ഒരു സുരക്ഷയായും, അതേപോലെ തന്നെ ഈ വേസ്റ്റ് നിർമ്മാർജ്ജനം പ്രോപ്പറായിട്ട് ഓപ്പൺ സ്ഥലങ്ങളിൽ അല്ലാതെ ഇടുമ്പോൾ നമുക്കതുകൊണ്ടുണ്ടാകുന്ന ഹെൽത്ത് ബെനിഫിറ്റ്സും, കണ്ടമാനം രോഗ പടരുന്നതൊക്കെ കുറയും. വേണ്ടാത്ത വേസ്റ്റുകളൊന്നും അവിടെ ഇവിടെയും കൊണ്ടിടാത്തത് കൊണ്ട് അതിൽ നിന്നും നമുക്ക് രക്ഷ കിട്ടും. പല ബെനിഫിറ്റ്സും. വൈസ് ചെയർമാൻ PK സതീശൻ സ്വാഗതം പറഞ്ഞു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ രാജിത പാതേരി, P സജീവ് കുമാർ, AP പ്രജിത, M ബിജു, കൗൺസിൽ പാർട്ടി ലീഡർമാരായ NK പ്രഭാകരൻ, KK വനജ, ക്ലീൻ സിറ്റി മാനേജർ രമേശൻ, P2 സെക്രട്ടറി ഗണേശൻ എന്നിവർ സംസാരിച്ചു. കൺമുന്നിലുള്ളത് കാണാൻ എന്തിന് ഫിലാഡൽഫിയ വരെ പോണം? ഫരീദ ഓപ്റ്റിക്സ് ഉള്ളപ്പോൾ ഇനി കാഴ്ചകൾക്കും തെളിമയേറും. ഫരീദ ഓപ്റ്റിക്സ് വടകര, ഇനി എല്ലാം തെളിഞ്ഞു കാണാം.